നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കോതമംഗലത്തിനടുത്തുള്ള എറണാകുളം ജില്ലയിലെ ഇഞ്ചത്തൊട്ടി. ഇവിടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട്. 10-13 വർഷം പഴക്കമുള്ള ഒരു തൂക്കുപാലമാണ്. നമുക്ക് അതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. നമ്മുടെ അയ്യപ്പൻകോവിൽ ഉണ്ടാക്കിയ അതേ സമയത്ത് തന്നെയാണ് ഇതും ഉണ്ടാക്കിയിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിനും ഏകദേശം 12-13 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും മെയിനായിട്ട് ഇതുണ്ട്, ഇതെല്ലാം വെള്ളമാണ് ഇഷ്ടം പോലെ. ആ വെള്ളത്തിൻ്റെ കാഴ്ചകളും ഇവിടെ കയാക്കിങ്ങും അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. നമ്മുടെ അയ്യപ്പൻകോവിലിൽ അതില്ല, വെള്ളമില്ലാത്തതുകൊണ്ട് ഉള്ള വെള്ളത്തിൽ അവർ തോണിയാനുള്ള സവാരിയൊക്കെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊന്ന് കണ്ടുവരാം. ഇഞ്ചത്തൊട്ടിയിലെ കയാക്കിങ്. ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി. കാറൊക്കെ തിരിക്കാനൊക്കെ വെത്തപ്പെടുന്നു. പെരിയാർ കയാക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇടദിവസം ആയതുകൊണ്ട് ആളൊക്കെ കുറവാന്ന് തോന്നുന്നു അല്ലേ. ഇതൊന്ന് ഇറങ്ങി കാണാമായിരിക്കും അല്ലേ. നമുക്ക് ഈ കയാക്കിങ്ങിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കാണാം കേട്ടോ. പെഡൽ ബോട്ടുകളും കയാക്കിംഗ് ബോട്ടുകളും എല്ലാം ഉണ്ട്. ദൂരെയായിട്ട് ആ പാലവും നമുക്ക് കാണാം, തൂക്കുപാലം. അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പോകണം. ഈ മരത്തിൻ്റെ ചോട്ടിലും ഈ വെള്ളത്തിലുമൊക്കെ ഈ കയാക്കിംഗ് ബോട്ടുകളൊക്കെ കിടക്കുന്നതാണ്. എന്ത് ഭംഗിയല്ലേ. എങ്ങനെയുണ്ട്? നമുക്ക് ഇതേ ഒരെണ്ണത്തെ ഒരു കയാക്കിങ് വെച്ചാലോ? പക്ഷേ വെള്ളത്തിൽ തുഴയുന്ന പരിപാടി എനിക്ക് ഭയങ്കര പേടിയാട്ടോ. കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു, ധൈര്യമുള്ള ഒരാളുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ ആ പരിപാടി തൽക്കാലം വേണ്ടെന്ന് വെച്ചു. നമുക്കപ്പുറത്ത് പോയി എന്താ പറയുക, തൂക്കുപാലത്തെ ഒന്ന് കയറിയിട്ടൊക്കെ വരാം കേട്ടോ. കയാക്കിങ്ങിന് ഉപയോഗിക്കുന്ന പങ്കായം കണ്ടോ. എൻ്റെ 2 തല ഇങ്ങനെ വെള്ളത്തിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുഴയുമ്പോഴാണ് ഈ സംഭവം വെള്ളത്തിൽ കൂടെ ഓടാൻ തുടങ്ങുന്നത്. പെഡൽ ബോട്ടുകളും ഉണ്ട് കേട്ടോ. അതും വേണേൽ നമുക്ക് റെൻറ്റിനെടുക്കാം. അപ്പോൾ നമുക്കിനി അപ്പുറത്ത് പോയി ആ പാലത്തിൽ നിന്ന് കയറിയിട്ട് വരാവേ. അതൊരു പ്രത്യേക അനുഭവമായിരിക്കും. പെരിയാറിന് കുറുകെ ആയതുകൊണ്ട് നല്ല വലിപ്പം. നമ്മുടെ അവിടെയുള്ള പാലം പോലെ തന്നെ ആ 200 മീറ്റർ നീളം ഇതിനുള്ളതെന്ന് തോന്നുന്നു. ബേസിൽ എവിടെ താമസിക്കുന്നത്? ഇവിടെ തന്നെ. പാക്കിങ് എത്രയാ വാടാ? ഒരാൾക്ക് 100 രൂപ. പെഡൽ ബോട്ട് 4 400 രൂപ. എത്ര സമയം? അരമണിക്കൂർ. ഓക്കെ. ഇവിടെ കുടങ്കലക്കി സർബത്തൊക്കെ ഉണ്ട് കേട്ടോ. കുലുക്കി സർബത്ത്, നാരങ്ങ വെള്ളം, ബൂസ്റ്റ് കുലുക്കി സർബത്ത്. അപ്പോൾ നമുക്ക് മെല്ലെ തൂക്കുപാലത്തിലോട്ട് കയറാം. അപ്പോൾ നമുക്ക് പാലത്തിൽ കൂടെ അക്കരെ വരെ ഒന്ന് പോയിട്ട് വരാം. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ അവിടുത്തെ പാലത്തിനെക്കാട്ടി കുറച്ചും കൂടെ നീട്ടം കൂടുതലുണ്ടോ. ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ് വേറെ രീതിയിലാണ് കേട്ടോ. നമ്മുടെ അവിടെ ഉള്ള പോലെ അല്ല.
അപ്പം നമുക്ക് എന്തായാലും അക്കരെ വരെ പോയിട്ട് വരാം. ശരിയാ കേട്ടോ. ഈ പാലത്തിന് നമ്മുടെ അവിടുത്തെ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു നീളക്കൂടുതലുണ്ട്. കാരണം ഇത്രയും ദൂരം ആ ഒരു ലെവലെത്തുമ്പോഴത്തേക്കും തീരേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ പെരിയാർ നദിക്ക് വീതി കൂടുതലാണല്ലോ. നമ്മുടെ ഇടുക്കിയിൽ നിന്നും എല്ലാം കൂടെ ഒഴുകിയെത്തുന്ന നദിയാണ് മൊത്തത്തിൽ പെരിയാർ. ഇതുകൊണ്ടോ ഇവിടെ വന്നപ്പം എന്ത് വീതിയാന്ന് നോക്കിയതിന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം പാലം ഇങ്ങനെ ഒരു ആട്ടമാണേ, കുലുങ്ങാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ലാഞ്ച് നിൽക്കുമോ. ആ ഒരു ലാഞ്ചിലൊന്നും നമുക്കൊരു പേടിയാവേ. അപ്പോൾ നമുക്ക് എന്തായാലും അക്കരെ വരെ പോയിച്ചു വരാം അല്ലേ. ഈ പാലത്തിന് ഇവർ ഈയിടെ എങ്ങാണ്ട് പെയിൻ്റൊക്കെ അടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. പുതിയ പെയിൻ്റ് അടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇക്കരെ എത്തി കേട്ടോ. ഇക്കരെ എത്തിയപ്പോൾ ടവറിൻ്റെ ഒരു ഹൈറ്റ് പോയി. അപ്പോൾ നമ്മൾ പാലം കടന്ന് ഇക്കരെ വന്നപ്പോൾ മനോഹരമായൊരു കുരിശുപള്ളി കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നേ. നമുക്ക് തിരിച്ചു പോവാം. ഒരു സായിപ്പ് വരുന്നു. ഹായ്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ കാണാം കേട്ടോ. അതിവിടെ തോണി കടത്തിന് വേണ്ടിയൊക്കെ വരുന്ന ആൾക്കാർ ഇരിക്കുന്നതാണേ. ഒരമ്പലത്തിൻ്റെ കാണിക്കവഞ്ചി വെയിറ്റിംഗ് ഷെഡ്. ഈ തോണിക്കടവിലൊരു കടയൊക്കെ ഉണ്ട്. അവിടെ അത്യാവശ്യം പച്ചക്കറി, നാരങ്ങാവെള്ളം, സോഡ, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നല്ല നാടൻ ബീൻസൊക്കെ ഇരിക്കുന്നുണ്ടോ. വള്ളിപ്പയർ, ബീൻസ് അല്ല വള്ളിപ്പയർ. ഇഞ്ചി, നാരങ്ങ, ജാതിക്ക, നെല്ലിക്ക, കറിവേപ്പില. നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനവും കൂടെ കലക്കി കുത്തി ഒരു നാരങ്ങാവെള്ളം അങ്ങോട്ട് കുടിക്കാം. അത് ആ കല്ലിനകത്തിട്ട് ഇടിച്ച് ചതുക്കി ശരിയാക്കി തരും. എന്നാ ഇട്ട് ഇരിക്കുന്നത്? എന്നാ ഇരിക്കുന്നത്? ജാതിക്ക, ഇഞ്ചി, നെല്ലിക്ക, മുളക്. ജാതിക്ക, ഇഞ്ചി, നെല്ലിക്ക, മുളക് ഇതെല്ലാം കൂടെ ചതച്ചെടുക്കും അല്ലേ. പേരെങ്ങനെയാ? വിപിൻ. ഇവിടുത്തെ കച്ചവടക്കാരനാണ്. എങ്ങനെയുണ്ട്? ഇപ്പോൾ ആൾ കുറവല്ലേ? ചാച്ചമുള്ളിയുടെ ആണോ? ഞാനല്ല. ഞാൻ എന്നാ എടുക്കുമോ? എന്നാ പഠിക്കുന്നത്? ഓട്ടോമൊബൈൽ. എവിടെ? പെരുമ്പാവൂർ. അപ്പോൾ ചാച്ചനെ സഹായിക്കാൻ വന്നിരുന്നോ? ശനി ഞായറൊക്കെ ആളുണ്ടല്ലേ? ഇടദിവസം അങ്ങനെ ഇല്ല. അപ്പോൾ ഈ ആറ്റോരത്തിരുന്നൊരു നാരങ്ങാവെള്ളം നമുക്ക് കുടിക്കാം. അപ്പോൾ ഇഞ്ചി എല്ലാം കൂടെ ഇടിച്ച് ചതച്ച് പഞ്ചസാര ഉപ്പും എല്ലാം ഇട്ട് സോഡയും കൂടെ ഒഴിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് വിപിൻ. നാരങ്ങാവെള്ളം കാണിക്കണം അതിൻ്റെ ഒരു. ആഹാ, എങ്ങനെ കുടിക്കും? അതാണ് എൻ്റെ പോലെ. ഇതാണ് കേട്ടോ നാരങ്ങാവെള്ളം. എങ്ങനെയുണ്ടോ നോക്കി. ഒരു രക്ഷയില്ല കേട്ടോ. പുളിയാണോ എരിവാണോ മധുരമാണോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അടിപൊളി നാരങ്ങാവെള്ളം. വിപിനെ താങ്ക്സ്. വിപിന് സൈഡ് പറ്റി പോവാ കേട്ടോ. അപ്പം നമുക്കിനി പാലം കടന്ന് അക്കരയ്ക്ക് പോകണ്ടേ? പോയേക്കല്ലേ? We began to feel the fire. We rise like tall buildings
as the chemical. ലൈഫ് ജാക്കറ്റൊക്കെ കിടക്കുന്നുണ്ടോ? ഇതില്ലാതെ നമുക്ക് ഈ വെള്ളത്തിലെ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടാ എൻ്റെ പേരെങ്ങനെയാടാ? സജീവ് എന്നാണല്ലേ? എവിടെ താമസം? ചാരിപാറയാണല്ലേ? സമീപമാണല്ലേ? ആ ആ. എങ്ങനെയാ ബോട്ടിങ് പരിപാടിയൊക്കെ? ബോട്ടിംഗ് പരിപാടി കുഴപ്പമില്ല. ചൂടായതുകൊണ്ട് പകലങ്ങനെ ആളില്ല. പക്ഷെ വൈകിട്ട് വന്നാലും ചെയ്യാൻ പറ്റും. എത്ര മണി വരെ? വൈകിട്ട് 6 വരെ ഉണ്ട്. 6 വരെ ഉണ്ടല്ലേ? ആ ഇനിയിപ്പോൾ ആള് വരും അല്ലേ? ആ അപ്പോൾ നമുക്ക് ഇതിന് റേറ്റ് ഒക്കെ എങ്ങനെയാ? ഇത് നമ്മൾ ശനി ഞായറൊക്കെ നമ്മൾ അരമണിക്കൂർ 30 മിനിറ്റ് രൂപയാണ്. ആ ഏതാ ഈ കയാക്കിങ്? ആ അരമണിക്കൂറിന് പിന്നെ 100 രൂപ. ആ നമ്മൾ പിന്നെ മറ്റു ദിവസങ്ങളിൽ നമ്മൾ സമയം 1 മണിക്കൂറൊക്കെ 100 രൂപയ്ക്ക് നമ്മൾ ചെയ്യും. 1 മണിക്കൂറൊക്കെ 100 രൂപയ്ക്ക്. പെഡൽ ബോട്ടോ? പെഡൽ ബോട്ടും 5 പേർക്ക് 400 രൂപയാണ്. 5 പേർക്ക് 400 രൂപ. ആ ഒരാൾക്ക് 100 രൂപ വെച്ചല്ലേ? ഒരാൾക്ക് 100 രൂപ. ആ അത് എത്രയായി? 1 മണിക്കൂറാണോ? അത് നമ്മൾ ഈ അവധി ദിവസങ്ങളിൽ അരമണിക്കൂർ ആണ്. മറ്റേ വർക്കിംഗ് ഡേയിൽ നമ്മൾ 1 മണിക്കൂർ വരെ കൊടുക്കും. 1 മണിക്കൂർ വരെ കൊടുക്കും അല്ലേ? തിരക്കൊന്നുമില്ലല്ലോ. ആ അപ്പം ഞാൻ നമ്പറൊക്കെ കൊടുത്തേക്കാം. നമ്മുടെ ഇപ്പോഴുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വിട്ടേക്കാം. കയാക്കിങ് അതെ അതെ അതെ. പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ഞാനതിൽ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വെള്ളത്തിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു എക്സ്പീരിയൻസ് ആണല്ലേ? ആ അത് അങ്ങോട്ടും കൂടി ചാഞ്ചാൻ നിൽക്കുള്ളൂ, പേടിക്കേണ്ട കാര്യമില്ല. ലൈഫ് ജാക്കറ്റ് മസ്റ്റാണ്. ശ്രദ്ധിച്ചേ വിടുള്ളൂ അല്ലേ? ഒരിക്കലും മറിയും മുങ്ങൊന്നുമില്ല. ആ എന്നാൽ ആയിക്കോട്ടെ, ഞാൻ നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ തന്നെ പറഞ്ഞേക്കാം ഞാൻ. അപ്പം നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ടൂറൊക്കെ പോകുന്ന ആൾക്കാരെ, അവരെ കണ്ടിട്ട് സഹകരിക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഇഞ്ചത്തൊട്ടി പാലമൊക്കെ കണ്ട് നല്ല റിട്ടേൺ പോവാം കേട്ടോ. ഒരു അടിപൊളി പാലം ഇത് കേട്ടോ. നടുക്കോട്ടെത്തുമ്പം ആന്ധ്രവായു എടുക്കുന്ന പോലെ ഇതിൻ്റെ കുലുക്കം അങ്ങോട്ടും ഇങ്ങോട്ടും പൊളഞ്ഞ് പോവാ. എൻ്റെ പുറകെ നിങ്ങൾക്ക് കാണാമോ? മുഖത്തോട് വെയിലടിക്കുന്നതുകൊണ്ടേ മുഖം ചുളിഞ്ഞു പോവാണേ. ഇനിയിപ്പം അക്കരെ ചെന്നിട്ട് നമുക്ക് വണ്ടിയെടുത്ത് മെല്ലെ പോകണം. നല്ലൊരു കാഴ്ച കേട്ടോ. ഇവിടെ നമുക്ക് ഈ പെരിയാറിൻ്റെ കാഴ്ചകളൊക്കെ, പെരിയാറിൽ നല്ല വെള്ളം ഇവിടെ, ഒരു രക്ഷയില്ല. അപ്പോൾ കൂട്ടുകാരെ, തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.